നമസ്കാരം. പ്രഭാത ഭക്ഷണത്തോടൊപ്പമാണ് ഇന്ന് ഹരിതം സുന്ദരം പിറക്കുന്നത്. ഇടുക്കിയിലെ വണ്ടൻമേട്ടിലാണ് ഞങ്ങളിപ്പോൾ. മകരത്തിലെ മഞ്ഞും നല്ല മഴയും ഞങ്ങളെ പുണർന്നു നിൽക്കുന്നുണ്ട്. സുഗന്ധവാഹിനിയായ ഒരു കാറ്റ് ഒഴുകി വരുന്നുണ്ട്. ഏലത്തോട്ടങ്ങളിൽ നിന്നാണ് അത്. ലോകത്ത് ഏറ്റവും അധികം കാർഡമം അഥവാ ഏലം ലേലം നടക്കുന്ന സ്ഥലമാണ് വണ്ടൻമേട്. വണ്ടൻമേട്ടിലെ വിസ്തൃതമായ ഏലത്തോട്ടങ്ങളിലേക്കാണ് ഇന്ന് യാത്ര. കൊതിയാവുന്നുണ്ടല്ലേ? ഞങ്ങളോടൊപ്പം കാണാം ഹരിതം സുന്ദരം. അതിപ്രഭാതമല്ലേ? സമയം 11 മണിയാവും. കോടമഞ്ഞ് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക. എൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നത് പോലെ പ്രകൃതിയുടെ അദൃശ്യമായ അതരങ്ങളും ഇടുക്കിയിൽ വിറച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ മകരത്തിൽ മഞ്ഞിനോടൊപ്പം ഇങ്ങനെ മഴ പെയ്യേണ്ട ഒരു കാര്യമില്ല. അനേകായിരം കർഷക ജീവിതങ്ങൾക്ക് അനേകായിരം കർഷകർ കാത്തിരിക്കുന്ന ഒരു മോഹം തന്നെയാണ് ഇന്ന് പ്രകൃതി ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ഒരു മഴ. ഏലച്ചെടികൾ തളിർത്ത് നിൽക്കുകയാണ്. പുതിയ താരും തളിരും ഏലത്തിൽ വന്നു കഴിഞ്ഞതുപോലെ ഒരു തോന്നൽ. സുന്ദരികളായ പെൺകുട്ടികളെ പോലെയാണ് ഓരോ ഏലച്ചെടികളും എന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. കാറ്റ് മുടിച്ചാരത്തിലൂടെ ഒഴുകിപ്പോകുന്ന പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. എന്തായാലും ഏലത്തിന് വലിയൊരു മാഹാത്മ്യമുണ്ട്. ഏലത്തിൻ്റെ കഥകൾ ലോകമാകെ അറിയേണ്ടതുണ്ട്. അറിഞ്ഞ കഥകളേക്കാൾ കൂടുതൽ അറിയാത്ത നിരവധി കഥകൾ സഹ്യൻ്റെ ഈ മാറിൽ നിന്ന് പകർത്താനുണ്ട്. ഇടുക്കിയിലെ പുളിയൻമലയിലെ വളരെ വിസ്തൃതമായ ഒരു ഏലത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, ഈ ഹരിതം സുന്ദരത്തിൻ്റെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, എല്ലാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഏലം ഒരുപക്ഷെ ഒരു പുതിയ അനുഭവമായിരിക്കും. കാരണം ഹൈറേഞ്ചിലും വല്ല തണുപ്പുള്ള കാലാവസ്ഥയിലും മാത്രം വിളയുന്ന ഏലത്തിൻ്റെ കാഴ്ചകൾ കാണുക എന്നത് തന്നെ വളരെ കൗതുകരമായൊരു കാര്യമാണ്. നമുക്കറിയാം, ഈ ഏലത്തിൻ്റെ ഏലച്ചെടികൾ ഉണ്ടായി വരുന്ന ഏകദേശം 1.5 വർഷത്തെ സമയം കൊണ്ടാണ് ഒരു ഏലച്ചെടി മൂപ്പെത്തി വരുന്നത്. ഒരു ഏലച്ചെടിയെ നമ്മൾ സാധാരണഗതിയിൽ ഹൈറേഞ്ചിലും ഏലം കർഷകരുടെ ഇടയിലും തട്ട എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഇതൊരു തട്ടയാണ്. ഒരു തട്ട എന്നാൽ ഒരു ചെടിയുള്ള ഒരു വലിയ ചെടികളുടെ കൂട്ടത്തിനിടയിൽ ഒരു ഏലച്ചെടിയെ ഒരു തട്ട എന്നാണ് പൊതുവെ അറിയപ്പെടുക. ഇഞ്ചിയുടെ വർഗത്തിൽപ്പെട്ട ഇനമാണ് ഏലം. പൊതുവെ ഏലത്തിനെ എലട്രിയ കാർഡമം എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ലോകം മുഴുവൻ അറിയപ്പെടുക. എലട്രിയ കാർഡമം തന്നെ 2 ഇനത്തിൽ തന്നെ ഉള്ള ഏലം പൊതുവെ ലോകത്തുണ്ട്. ഒന്ന് ഗ്രീൻ കാർഡമം എന്നറിയപ്പെടുന്ന പച്ച ഏലവും ബ്രൗൺ കാർഡമം എന്നറിയപ്പെടുന്ന തവിട്ട് ഏലവുമാണ്. അതിൽ കേരളത്തിൽ മൊത്തം കാണപ്പെടുന്ന ഗ്രീൻ ആലപ്പി ഗ്രീൻ എന്നറിയപ്പെടുന്ന ഗ്രീൻ ഏലത്തിൻ്റെ തൈകളാണ് ഈ തോട്ടത്തിലാകെ നട്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു ഏലത്തിൻ്റെ ഒരു ചുവടിൽ ഒരു തട്ടയിൽ നിന്നും, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ തട്ടയിൽ നിന്ന് ചിമ്പ് എന്നറിയപ്പെടുന്ന 2 മുളകൾ പൊട്ടി വരാൻ സാധ്യതയുണ്ട്. 2 or 3 ഒരുപക്ഷെ ഉണ്ടായെന്ന് വരാം. ആ ചിമ്പാണ് പിന്നീട് വളർന്ന് ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ മറ്റൊരു തട്ടയായി മാറുന്നത്. ഈ ചിമ്പിനോടൊപ്പം ശരം എന്നറിയപ്പെടുന്ന ഒരു ജോഡി ശരങ്ങളും ഒരു തട്ടയോടൊപ്പം ഉണ്ടാവും. ആ ശരമാണ് ഇപ്പോൾ ഈ നല്ല ചൈതന്യത്തോടെ മുളച്ചു വരുന്ന ഒരു ശരമാണ്. ഇപ്പോൾ ഇതൊരു ശരമാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ശരമാണ്. മറ്റൊരു ശരമാണിത്. ഒരു തട്ടയ്ക്ക് ഉണ്ടായിട്ടുള്ള ചിലപ്പോൾ 2 ശരങ്ങളിൽ നിന്ന് പിന്നീടും ചില ശിഖരങ്ങൾ പൊട്ടിമുളയ്ക്കാറുണ്ട്. അതിനെ കൊത്തുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ശരത്തിൽ നിന്ന് പിന്നീട് പൊട്ടിമുളച്ച കൊത്തുകളാണിവ. അപ്പോൾ ഏതാണ്ട് 2 ശരത്തിൽ ഒരു ശരത്തിൽ നിന്നും ഏതാണ്ട് 25 മുതൽ 30 വരെ കൊത്തുകൾ നല്ല ഊർജ്ജസ്വലമായ നല്ല ചൈതന്യമുള്ള ഒരു ചെടിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കൊത്തുകളിലാണ് ഏലത്തിൻ്റെ പൂക്കളുണ്ടാകുന്നത്. ഏലത്തിൻ്റെ ഒരു പൂവാണിത്. കായായി മാറാനുള്ള ഒരു പൂവാണിത്. നല്ല ശുഭ്രശോഭയുള്ള മേനിയാണ് ഈ പൂവിനുള്ളത്. അതുപോലെ തന്നെ ഒരു വയലറ്റ് നിറത്തിലുള്ള പ്രണയത്തിൻ്റെ വയലറ്റ് നിറത്തിലുള്ള ഞരമ്പുകൾ ഈ പൂവിൽ ഓടും.
കാണാൻ വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഏലത്തിൻ്റേത്. എന്തായാലും ഇപ്പോൾ നനനന പെയ്യുന്ന ഈ മഴ ഈ പൂക്കൾ സെറ്റിങ്സ് ഉണ്ടാകുന്നതിന്, അതായത് ഈ പൂക്കളിൽ നിന്ന് ഫലങ്ങൾ കായ്കൾ ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രയോജനമാണ് എന്നാണ് കർഷകർ പറയുന്നത്. എന്നോടൊപ്പം സരസ്വതി ഇപ്പോൾ കായ്കൾ അടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ കൊത്തുകളിൽ ഈ പൂക്കളിൽ നിന്ന് ഉണ്ടാകുന്ന ഈ കായ്കൾ അടർത്തിയെടുക്കുന്നതിനും ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി ഇത് ഒരു കൊത്തിൽ നിന്ന് വരുന്ന കായ്കളാണ്. കൊത്തിൽ ആദ്യം ഉണ്ടാകുന്ന ഈ കായാണ് ഏറ്റവും മൂപ്പെത്തുന്നത്. അതിനെ പഴം എന്നാണ് പറയുന്നത്. രണ്ടാമതുണ്ടാകുന്ന കായെ കരിങ്കായ എന്നാണ് അറിയപ്പെടുക. മൂന്നാമത് വരയരിശി. ഇപ്പോൾ സരസ്വതി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ശരത്തിലുള്ള കൊത്തുകൾ ഓരോന്നും എടുത്ത് അതിൽ നിന്ന് ആദ്യമുണ്ടായ കായ, മൂപ്പെത്തിയ കായായ പഴത്തെ അടർത്തുന്നു. തൊട്ട് പിന്നിൽ കരിങ്കായ അടർത്തുന്നു. പിന്നീട് വരയരശി എന്ന മൂന്നാമത്തെ കായ അടർത്തുന്നു. എന്നിട്ട് വിടുകയാണ് ചെയ്യുക. പിന്നീട് അടുത്ത ഒരു കൊയ്ത്തിൽ വീണ്ടും പഴവും കരിങ്കായും വരയരശിയും അടർത്തിയെടുക്കുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു ചെടിക്കൂട്ടത്തിൽ തന്നെ ഏകദേശം 25 മുതൽ 30 മുതൽ 35 വരെയുള്ള തട്ടകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വെട്ടിയൊരുക്കുന്നത് ഒരു കലയാണ്. അപ്പോൾ ഇതൊരു കൂട്ടം ചെടികളാണ്. 25 മുതൽ 30 വരെ തട്ടകൾ ഇതിലുണ്ട്. തൊട്ടപ്പുറത്ത് 25 മുതൽ 30 വരെയുള്ള തട്ടകളുള്ള ഒരു കൂട്ടം മരങ്ങളുണ്ട്. ഇത് വെട്ടി ഒരുക്കി നിർത്തേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് കൃഷിയിൽ. അങ്ങനെ വളപ്രയോഗം കൃത്യമായി ഏതാണ്ട് 15 ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ ഇലകളിലും അതോടൊപ്പം തന്നെ ചുവട്ടിലും തളിക്കുന്ന പ്രത്യേക ജൈവ വളങ്ങളും ജൈവ സൂക്ഷ്മാണു വളങ്ങളും എല്ലാം തന്നെയുണ്ട്. അങ്ങനെ വളരെ ഊർജ്ജസ്വലമായ, വളരെ ചൈതന്യവത്തായ ഒരു ഇല ചെടികൾ നിരന്നു നിൽക്കുന്ന ഒരു നല്ല വിസ്തൃതമായ ഒരു തോട്ടം കാണുന്നതിൽ തന്നെ ഒരു വലിയൊരു ഭംഗിയുണ്ട്. ഏലത്തിന് ഇത്രയധികം സാങ്കേതികതകളുണ്ട് എന്ന് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. എങ്കിൽ പോലും ഏലത്തിൻ്റെ ഈ ഒരു തട്ടയും ഈ ചിമ്പും അതോടൊപ്പം അതിൽ നിന്ന് പുറപ്പെടുന്ന ശരങ്ങളും ശരത്തിലുണ്ടാകുന്ന കൊത്തുകളിലുണ്ടാകുന്ന പൂക്കളും തുടർന്നുണ്ടാകുന്ന കായ്ക്കളുമൊക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് ഒരു തോട്ടത്തിൽ വന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമുക്കിവിടെ വരുമ്പോൾ മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഹരിതസുന്ദരം ഇവിടെ വരുമ്പോഴാണ് ഏലത്തെക്കുറിച്ച് ഇത്രയും സാങ്കേതികതകൾ, ഒരുപക്ഷെ ഹൈറേഞ്ചിലെ ഏലം തൊഴിലാളികൾക്കോ ഏലം കർഷകർക്കോ ഒക്കെ അറിയാവുന്ന ഈ സാങ്കേതികതകൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഏലച്ചെടിയുടെ ചുവട്ടിൽ വരുമ്പോൾ മാത്രമാണ്. നമ്മൾ പുളിയൻമലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഏലത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഈ ഏലത്തോട്ടത്തിലെ തൊഴിലാളികളോടൊപ്പം ഈ ഏലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളും സഹോദരിമാരോടൊപ്പമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ തോട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും വലിയൊരു വരണ്ട കാലാവസ്ഥ, ഇന്നലെ വരെയും ഒരു വരണ്ട കാലാവസ്ഥ ഉണ്ടായിരുന്ന ഒരു തോട്ടമായിരുന്നു അത്. ഇന്ന് ഹരിതസുന്ദരം വന്നതുകൊണ്ട് വലിയൊരു ഭാഗ്യം ഇവിടെ കിട്ടിയിരിക്കുകയാണ്. കാരണം ഏലം കർഷകർ പ്രതീക്ഷിച്ചിരുന്ന നല്ലൊരു മഴ ഇന്ന് ലഭിച്ചിരിക്കുകയായിരുന്നു. മഴ നനഞ്ഞാണ് ഞങ്ങൾ ഈ തൊഴിലാളികളോടൊപ്പം തന്നെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം സന്തോഷമല്ലേ? മഴ പെയ്തുകൊണ്ട് വലിയൊരു സന്തോഷമല്ലേ ഉണ്ടായത്? അതാണ്. അപ്പോൾ ഈ മഴ പെയ്ത സന്തോഷത്തിൽ 5 കിലോ മാത്രം കൊള്ളുന്ന ഈ ഒരു കൂടയിൽ നിന്ന് ഏലത്തിൻ്റെ മണികൾ പറിച്ച് ഇതിൽ നിക്ഷേപിക്കുകയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും നല്ലൊരു വിളവ് തന്നെയാണ്. കാരണം ഈ ഒരു ജനുവരി മാസം കിട്ടാവുന്നതിൽ ഏറ്റവും പരമാവധി ഒരു വിളവ് ഈ ഏലത്തോട്ടത്തിലുണ്ട്. നല്ല ജൈവവളങ്ങളും നല്ല സൂക്ഷ്മാണുക്കളുടെ പ്രയോഗവും മൂലമാണ് ഈ ഒരു വിളവ് ഉണ്ടായതെന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. ഇപ്പോൾ നല്ലൊരു വിളവ് ശേഖരിക്കാൻ തുടങ്ങുന്നു. ഇവിടെ എന്നോടൊപ്പം തന്നെ അമ്മമാരും സഹോദരിമാരുമായിട്ട് എത്രത്തോളം പേരുണ്ട്? നിങ്ങൾ 15ഓളം വനിതകളാണ് ഈ ഒരു യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നല്ല മഴയുണ്ട് എങ്കിലും ഈ കാട്ടിലെ തണുപ്പിൽ നിന്നുകൊണ്ട് അവർ പ്രകൃതിയുടെ ഈ പ്രതിസന്ധിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു കളക്ഷൻ. അതായത് ഇപ്പോൾ 5 കിലോ കൊള്ളുന്ന ഈ കൂടകൾ ഇപ്പോൾ 15ഓളം കൂടകളിൽ എപ്പോൾ തുടങ്ങിയതാണ് ഈ ജോലി? 8 മണിക്ക്, രാവിലെ 8 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ സമയം വൈകിട്ട് 3 ആകുന്നു. ആ സമയം കൊണ്ട് തന്നെ ഈ കൂടകൾ നിറയ്ക്കാൻ കഴിഞ്ഞു. ഇതുപോലത്തെ 4 കൂടകൾ അതായത് ഒരാൾ കഴിയുന്നത് വേണ്ടി 20ഓളം കിലോ അല്ലേ? 20 കിലോ 22. ഒരാൾ ഏതാണ്ട് 20 മുതൽ 25 കിലോ വരെയുള്ള കായ്മണികൾ ഈ ഏലത്തോട്ടത്തിൽ നിന്ന് പറിച്ചു കഴിഞ്ഞു. ഇതാണ് ഒരുപക്ഷെ ഇന്ത്യയിലെയും വിദേശത്തേക്കുമൊക്കെ എത്തിച്ചേരുന്ന, പലരുടെയും തീന്മേശകളിലൊക്കെ എത്തിച്ചേരുന്ന കേക്കും ചോക്ലേറ്റും പായസവും ഇറച്ചിയും ഇറച്ചിക്കറിയും സൂപ്പും എല്ലാത്തിലും ചേരുവയായി മാറുന്ന ഏലത്തിൻ്റെ മണികളാണിത്. ഏലം വരുന്ന വഴികൾ ആരറിയുന്നു എന്നാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്.
ഏലത്തോട്ടത്തിൽ വെറുതെ ചെടികൾ നടുകയല്ല ചെയ്യുന്നത്, ചില മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ കൂടിയുണ്ട്. നന്നായി ഒരുക്കിയ ഒരു ഏലത്തോട്ടത്തിൽ 1 ഏക്കറിൽ 450ഓളം ചെടിക്കൂട്ടങ്ങളാണ് ഉണ്ടായിരിക്കുക. ഇവ 450 മുതൽ 500 വരെയും ആകാം. ചെടിക്കൂട്ടങ്ങൾ തമ്മിൽ ഏകദേശം 10 അടിയോളം അകലം ഉണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും കൂടി വേണം. ഇനി ചെടികളുടെ ചൈതന്യവത്തായ, ചെടികളുടെ ഊർജ്ജസ്വലമായ ഒരു വളർന്നു വരലിന് ചില പ്രത്യേക ഘടകങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായുള്ള വളപ്രയോഗവും കൃത്യമായുള്ള നനയുമാണ് അതിൽ വളരെ പ്രധാനം. വരണ്ടുണങ്ങിയ ഈ ഭൂമിയിൽ കൃത്യമായ ഇറിഗേഷൻ, കൃത്യമായ ജലസേചനം നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മേന്മ. അത് മൈക്രോ ഇറിഗേഷൻ എന്ന കണിക ജലസേചനവും അല്ലാതെയുള്ള തുള്ളിനന എന്ന ജലസേചനവും ഉണ്ട്. കൃത്യമായ ഇടവേളകളിൽ ഈ ജലസേചനം നൽകുന്നതോടുകൂടിയാണ് ഏലച്ചെടികൾ നല്ല പൂക്കളുമായി പിരിഞ്ഞ് പുറത്തു വരിക. ഇനി ചെടികളുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ചില വളങ്ങൾ, ചില മൂലകങ്ങൾ, ചില സൂക്ഷ്മാണുക്കൾ എന്നിവയൊക്കെ ആവശ്യമാണ്. 1990 മുമ്പും മറ്റും വലിയ കീടനാശിനികളും വലിയ രാസവസ്തുക്കളുമൊക്കെ വളത്തിനായി ഉപയോഗിച്ചിരുന്നിടത്ത് ഇന്ന് കർഷകർ പൂർണ്ണമായും ജൈവ സൂക്ഷ്മാണു വളങ്ങളെയും വളർച്ചാ ത്വരകങ്ങളെയുമാണ് ആശ്രയിക്കുന്നത്. അതിനായി ഓർഗാനിക്സ്, അതോടൊപ്പം തന്നെ ലയോഫിലിസ്റ്റ് വളങ്ങൾ എന്നിങ്ങനെയുള്ള പുതിയ വളങ്ങളുടെ പ്രയോഗം ഇന്ന് വലിയ ഏലത്തോട്ടങ്ങളിൽ വ്യാപകമാണ്. ഈ വളങ്ങളിൽ പ്രധാനമായും ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, അമിനോ ആസിഡ്, ഹ്യൂമിക് ആസിഡ്സ്, പെപ്റ്റൈഡ്സ്, അതോടൊപ്പം ജൈവ കാർബൺ ഇവയൊക്കെ വളരെ കൃത്യമായ അളവിലും പ്രയോഗത്തിലും കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ചില ഇലകളിൽ നിന്നും ചില പഴങ്ങളിൽ നിന്നുമൊക്കെയുള്ള ചില ചാറുകൾ കൂടി ചേർത്താണ് ഇത്തരം വളങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ വളങ്ങൾക്ക് കൃത്യമായ ഒരു ഡയലൂഷൻ, അതായത് 1 ഏക്കറിൽ ഇത്ര ഗ്രാം പ്രയോഗിക്കണം എന്നുള്ള നിബന്ധനകളുണ്ട്. അവയൊക്കെ കൃത്യമായി പാലിച്ച് ഓരോ 15 ദിവസം കൂടുമ്പോഴുമാണ് വളങ്ങളുടെ പ്രയോഗം. പല വളങ്ങളും പാത്ര പോഷണ വളങ്ങളാണ്, അതായത് ഇലച്ചെടികളിൽ തണ്ടുകളിലും മാത്രം ഉപയോഗിക്കുന്ന വളങ്ങളാണ്. ഇനി വേരുകളുടെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന വാം ഉൾപ്പെടെയുള്ള മറ്റ് വളപ്രയോഗങ്ങളും ഏലച്ചെടികളെ സഹായിക്കുന്നു. എന്തായാലും ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ നിന്നും രാസവസ്തുക്കൾ അകന്നു പോവുകയാണ്, കീടനാശിനികൾ അകന്നു പോവുകയാണ്. പകരം ജൈവവളങ്ങളും ജൈവ സൂക്ഷ്മാണു വളങ്ങളുടെയും പ്രയോഗം വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏലക്കായ്ക്ക്, ഇടുക്കിയിലെ ഏലക്കായ്ക്ക് ഇന്ന് ആഗോള വിപണിയിൽ വലിയ ഡിമാൻഡുണ്ട്, ജൈവ വിപണിയിൽ വലിയ ഡിമാൻഡുണ്ട്. ഏതാണ്ട് കിലോയ്ക്ക് 1400 മുതൽ 1700 വരെയുള്ള വിലയിലേക്കാണ് ഏലത്തിൻ്റെ വില ഉയർന്നിരിക്കുന്നത്. കർഷകർക്ക് അത് ഏറെ ആശ്വാസകരമാണ്. ഒരു ചെടിക്കൂട്ടത്തിൽ ഏതാണ്ട് 25 മുതൽ 30 വരെയോളം തട്ടകളുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 50,000 പൂക്കളെങ്കിലും ഉണ്ടാകും എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. പൊതുവെ ഇപ്പോൾ ഇടുക്കിയിലെ പുഷ്പങ്ങളുടെ എണ്ണം അല്പം കുറവാണെങ്കിൽ പോലും നല്ല വളർച്ചയിൽ 50,000 പൂക്കളെങ്കിലും ഒരു ചെടിക്കൂട്ടത്തിൽ നിന്നും ഉണ്ടാകും. അവ കുറഞ്ഞത് 50 കിലോയോളം പച്ചക്കായ പറിക്കുവാൻ സാധിക്കും. അത് ഉണങ്ങുമ്പോഴേക്കും 10 കിലോ ഏലക്കായ വിപണിയിൽ എത്തിക്കുവാനും കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് കർഷകർ. ഈ ഏലത്തോട്ടത്തിൽ നിന്നും ഏലക്കായ പറിച്ച് നേരെ കൊണ്ടുപോയി ഡ്രയറിൽ ഉണക്കുകയല്ല ചെയ്യുന്നത്. ഏലക്കായിൽ പറ്റിയിരിക്കുന്ന മണ്ണും ചെളിയുമൊക്കെ ഭംഗിയായി കഴുകി വൃത്തിയാക്കുവാൻ വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഓരോ തോട്ടത്തിലുമുണ്ട്. തുടർന്ന് അവ അപ്പക്കാരം അഥവാ സോഡിയം ബൈകാർബണേറ്റ് എന്ന ലായനിയിൽ നന്നായി കഴുകി പുറത്തെടുക്കുകയാണ് പതിവ്. പുറത്തെടുക്കുന്ന ഏലക്കായ നേരെ ഡ്രയറിലേക്കാണ് പോവുക. വലിയ ഏലക്കത്തോട്ടത്തിലൊക്കെ സാധാരണ കാണുന്ന ഡ്രയർ എന്ന ഉപകരണത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് പുളിയൻമലയിലെ വലിയ ഏലത്തോട്ടത്തിന് നടുവിലുള്ള ഒരു ഡ്രയർ, ഒരു ഉണക്കുപെരയാണ്. ഏലം നേരത്തെ കണ്ടതുപോലെ നന്നായി കഴുകി, പ്രത്യേകിച്ചും സോഡിയം ബൈകാർബണേറ്റ് ലായനിയിൽ കഴുകി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ഇന്ന് നാം വിപണിയിൽ കാണുന്ന ഏലമാക്കി മാറ്റുന്ന പ്രക്രിയ ഈ ഉണക്കുപെരയിലാണ് നടക്കുന്നത്. ഈ ഉണക്കുപെരയിൽ വേണ്ടത്ര താപം നൽകുന്നത് വിറകുകളാണ്. കമ്പകത്തിൻ്റെ വിറക് ഉപയോഗിച്ചുള്ള തീയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്. ആ താപനില നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള റെഗുലേറ്ററുകൾ ഈ മെഷീനോടൊപ്പം ഉണ്ട്. ഇവിടെ നാം കാണുന്ന ഈ ഉണക്കുപുരയിലേക്കാണ് കഴുകിയ ഇലഫലങ്ങൾ നിക്ഷേപിക്കുന്നത്. ഇത് പ്രത്യേക താപനില ഓരോ ഘട്ടത്തിലും കൊടുക്കുന്നുണ്ട്. അതായത് ആദ്യം ഏതാണ്ട് 8 മണിക്കൂറോളം
42 ഡിഗ്രി എന്ന ഊഷ്മാവിലാണ് താപം നൽകുന്നത്. തുടർന്ന് 6 മണിക്കൂർ ഏതാണ്ട് 56 ഡിഗ്രി സെൽഷ്യസ് എന്ന ഊഷ്മാവിലേക്ക് ഏലം കടക്കും. അതിനുശേഷം ഓരോ മണിക്കൂറിലും 2 ഡിഗ്രി ഉയർത്തിക്കൊണ്ടുവന്ന് ഒടുവിൽ 72 ഡിഗ്രിയായി ഊഷ്മാവ് സെറ്റ് ചെയ്യുക എന്ന പ്രക്രിയയാണ് ഈ ഡ്രയറിൽ നടക്കുന്നത്. ഏതാണ്ട് 72 ഡിഗ്രിയിൽ ഏലം ഉണങ്ങിക്കഴിഞ്ഞാൽ ഏലം വിപണിയിലെത്താൻ വേണ്ടി പാകപ്പെടും എന്നർത്ഥം. അങ്ങനെ ഉണങ്ങിയ ഏലം നേരെ ഈ മെഷീനിൽ നിന്ന് പുറത്തേക്ക് മാറ്റുകയാണ് പതിവ്. പുറത്തേക്ക് മാറ്റിയാൽ ഉടൻ തന്നെ ഏലത്തിന് ചില ഞെടുപ്പുകൾ, അതായത് ഏലത്തിൻ്റെ പൂവ് എന്ന് സാധാരണ കർഷകരുടെ ഭാഷയിൽ പറയുന്ന പൂവ് ഏലത്തിനോടൊപ്പം ഉണ്ടാവും. പൂവ് യഥാർത്ഥ പൂവല്ല, അതിൻ്റെ ഞെടുപ്പ് മാത്രം. ഈ ഞെടുപ്പ് ഏലത്തിൽ നിന്ന് പൊഴിച്ചു കളയുക പോളിഷിംഗ് എന്നൊരു പ്രക്രിയയിലാണ്. അതിന് തയ്യാറായ ഒരു മെഷീനാണ് പോളിഷിംഗ് മെഷീൻ. പോളിഷിംഗ് മെഷീനിലേക്ക് നേരെ ഡ്രയറിൽ നിന്നും ഏലം മാറ്റിക്കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഏലത്തെ നന്നായി പോളിഷ് ചെയ്ത് ഈ പൂക്കൾ പൊഴിച്ചു കളയും. പൊഴിച്ചു കളഞ്ഞാൽ ഏലം പോളിഷ്ഡ് ഏലം എന്നായി. പിന്നെ വിപണിപ്രിയമുള്ള ഏലമാണ്. വിപണിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഏലക്കായുടെ ഒരു പരുവത്തിൻ്റെ ഒരു മലയാണ്. നമ്മൾ ഗോട്ടിമല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ ഏലം വിളയുന്ന പ്രദേശം കൂടിയാണ്. പക്ഷേ ഇത് ഏലത്തിൻ്റെ ഒരു മലയുടെ താഴ്വാരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം വലിയൊരു തോട്ടത്തിൽ പുളിയൻമല എന്ന ഏലക്കായ്ക്ക് പ്രസിദ്ധമായ ഇടുക്കിയിലെ പുളിയൻമലയിലെ ഒരു വലിയ തോട്ടത്തിൽ ഡ്രയറിൽ വലിയൊരു പ്രക്രിയ കഴിഞ്ഞ് വിപണിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഏലമണികളുടെ ഒരു കൂമ്പാരമാണിത്. നമുക്കറിയാം, ഇറച്ചി മുതൽ അച്ചാർ വരെയും കേക്ക് മുതൽ ചോക്ലേറ്റ് വരെയുള്ള മധുര പലഹാരങ്ങളിലും എല്ലാം തന്നെ ഏറ്റവും മൂല്യവത്തായ ചേരുവയായി ഉപയോഗിക്കുന്ന ഏലമണികളാണിത്. വിപണിയിൽ ഇതിന് പ്രിയം കൂടുതലാണ്. വളരെ കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 5-1 ഏലക്കയുടെ ഉണക്ക മൂല്യം എന്ന് പറയാം. അതായത് 5 കിലോ ഏലക്ക, പച്ച ഏലക്ക തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്തത് ഈ ഉണക്ക പ്രക്രിയയിലൂടെ സൃഷ്ടിക്കുന്നത് 5 കിലോ ഏലക്ക 1 കിലോ വിപണി മൂല്യമുള്ള ഉൽപ്പന്നമായി മാറും എന്നുള്ളതാണ്. 5-1 ഇതിൻ്റെ വിപണി മൂല്യം. 1 കിലോ ഇത്തരത്തിലുള്ള ഡ്രയറിലൂടെ കടന്നു വന്ന വിപണി പ്രിയമായ ഏലക്കായ്ക്ക് ഏതാണ്ട് 1300 മുതൽ 1450 രൂപയോളം ഇപ്പോൾ വിപണി വിലയുണ്ട്. പൊതുവേ ഏലക്കായുടെ പ്രൊഡക്ഷൻ, അതായത് ഏലത്തോട്ടങ്ങളിലെ ഉൽപ്പാദനം കുറഞ്ഞു വരുന്ന ഒരു കാലത്താണ് ജൈവ സൂക്ഷ്മാണു വളത്തിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു ഉൽപ്പാദനത്തിലേക്ക് ഹൈറേഞ്ച് കുതിച്ചു കയറുന്നു. ഏലക്കാടുകളിൽ പുതിയ ഭാവുകത്വം ഉണരുകയാണ്. ഏലത്തിൽ പുതിയ മഞ്ഞുതുള്ളികൾ വീഴുകയാണ്. ഒരു കാലത്ത് വലിയ കീടനാശിനികളും രാസപദാർത്ഥങ്ങളും ഉപയോഗിച്ചിരുന്ന ഏലത്തോട്ടങ്ങളിൽ ഇന്ന് വളർച്ചാ ത്വരകങ്ങളും പ്രോബയോട്ടിക്കുകളും അതോടൊപ്പം തന്നെ ജൈവ സൂക്ഷ്മാണുക്കളെയും ഉപയോഗിച്ചുള്ള വളങ്ങളുടെ പ്രയോഗമാണ് നടക്കുന്നത്. അത്തരത്തിലുള്ള വളങ്ങളാണ് ഇപ്പോൾ കർഷകർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ചില നല്ല കർഷകരോടൊത്തുള്ള ഒരു സംവാദം ഈ ഹരിതസുന്ദരം പ്രോഗ്രാമിൽ പ്രയോജനപ്പെടും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഈ കുളിരിലൊരു ചായ കുടിക്കുന്ന ഒരു സുഖമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം ശരിക്കും മകരമാസത്തിൽ മഴ പെയ്യാൻ പാടില്ല. സാധാരണ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മലനാട് മുടിയും. അതിന്റെ കാരണം ഇവിടെ ഈ സമയത്താണ് ഓരോന്ന് ഉണങ്ങലും പരിപാടിയൊക്കെ നടത്തുന്നത്. ഇത് കൂടുതലും ഈ കുരുമുളകിനെ അതിന്റെ കൃഷിയെ ബാധിക്കുന്നു. അത് ഉണങ്ങി വരുന്നൊരു സമയം. അടുത്ത ക്രോപ്പ് നല്ലതാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉണങ്ങിയാലേ അതിനെ ചെറുതായിട്ട് ഒന്ന് ക്ഷീണിക്കണം. കഴിഞ്ഞാൽ അത് കൂടുതൽ ശക്തമായ രീതിയിൽ നമുക്ക് അടുത്ത വർഷം കൂടെ ബെറ്റർ ക്രോപ്പ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ജോസുട്ടിച്ചായ വലിയ തോട്ടത്തിൻ്റെ ഉടമയാണ് ഏലത്തിൻ്റെ. ഈ വർഷം ലക്ഷക്കണക്കിന് ആദായം കിട്ടിയോ? ഇയാണ്ട് പൊതുവെ ക്രോപ്പ് കുറവായിരുന്നു. ഇനിയും ഞങ്ങൾ ഈ മരുന്നടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇനിയിപ്പോൾ ക്രോപ്പ് കിട്ടും.
മരുന്ന് പറയുന്നത് ജൈവവളവും ജൈവവളം തുടങ്ങിയ പിന്നെ വളരെ വ്യത്യാസമാണ്. ഒരു അത്ഭുതം എന്ന് തന്നെ പറഞ്ഞാൽ ആ വ്യത്യാസമായി. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 20 വർഷം മുമ്പ് ഇപ്പോൾ പുളിയന്മല എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ തോട്ടങ്ങളുടെയൊക്കെ ഒരു സ്ഥിതി എന്തായിരുന്നു? നേരത്തെ ഞാനിവിടെ വന്ന കാലത്ത് ഇങ്ങനത്തെ ചെടിയല്ലായിരുന്നു, മൊത്തം ഈ നാടൻ ചെടിയായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഞള്ളാനി ഇത് കൺവേർട്ട് ചെയ്ത് ഞള്ളാനിയൊക്കെ ആയിട്ട് ഒരു 22 വർഷമായുള്ളൂ. അപ്പോൾ ഈ ഞള്ളാനി നല്ല ഉൽപ്പാദനം കൂടുതലാണ്. ഹെവി. ഈ ഞള്ളാനി കാണുന്നൊരു ദോഷം എന്തോ? ഇപ്പോൾ എവിടെ ചെന്നാലും ഞള്ളാനി ആരോ പെസ്റ്റിൻ്റെ ആക്രമണം കൂടുതലാണ്. ഞാനൊന്ന് ഇൻട്രപ്റ്റ് ചെയ്യട്ടെ ഡോക്ടർ. ഇനി വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വെറൈറ്റീസിനെ ബേസ് ചെയ്തായിരിക്കും. അതെ, ഞാൻ അടുത്ത കാലത്ത് ഞങ്ങളൊരു വെറൈറ്റി കാണണ്ടേ, ബൊമ്മി എന്നതിൻ്റെ പേര്. അതിൻ്റെ ഒരു പ്രത്യേകത കണ്ടതെന്ന് വെച്ചാൽ ഒരു ശരത്തയിൽ ഏകദേശം 52 കൊത്തുകളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ 28. മാത്രമല്ല ആ ചെടിക്ക് 4 ഇതുകൊണ്ട് ശരമുണ്ട്. സാധാരണ 2 ശരം വരുന്നതിന് 4 ശരം വരുന്നുണ്ട്. 1, 2. മൂന്നാമത്തത് അതിൻ്റെ നല്ല ഡാർക്ക് ഗ്രീനുമാണ്. അത് നല്ല ബോൾഡ് സൈസുമാണ്. 8 mm 9 mm ആ റേഞ്ച് ഇരിക്കും. നമ്മളോടൊപ്പം സഹകരിച്ചത് പ്രമുഖ പ്ലാന്റർ ആയ ജോസൂട്ടി, അതോടൊപ്പം സിജോയുണ്ട്. അതോടൊപ്പം ഈ ജൈവവളങ്ങളുടെയും സൂക്ഷ്മാണുക്കളുടെ എല്ലാം പ്രോത്സാഹനത്തിനായി ഹൈറേഞ്ചിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളും കർഷകരുമായ സോണൽ, അതോടൊപ്പം മാത്യു, എല്ലാവർക്കും വളരെയധികം നന്ദി. നേരം അങ്ങനെ സന്ധ്യയായി. നല്ല കോടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. മഴ ഇനിയും തോർന്നിട്ടില്ല. ഏലത്തിൻ്റെ പുതുവസന്തത്തിനായി വീണ്ടും ഇടി മുഴങ്ങുന്നുണ്ട്. ഏലത്തിൽ 100,000 നല്ല പൂക്കൾ വിരിയട്ടെ. ഏലത്തിനായി വിയർപ്പൊഴുക്കുന്ന കർഷകർക്കായി ഈ ഭാഗം സമർപ്പിക്കുന്നു.